അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ കൊല്ലം കുന്നിക്കോട്ടുകാരുടെ വിങ്ങലായി 7 വയസ്സുകാരി നിയ ഫൈസൽ. മധ്യവേനൽ അവധിക്കാലത്താണ് തെരുവ് നായ നിയയുടെ ജീവനെടുത്തത്. സഹോദരിയുടെ കൈപിടിച്ചെത്തിയ സ്കൂളിലേക്ക് ഇക്കുറി തനിച്ചെത്തതിന്റെ വിഷമത്തിലാണ് സഹോദരൻ മുഹമ്മദ് ഇഷാൽ. ഈ ഒരു ദിവസം ഓർക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ ആഗ്രഹിച്ചിരുന്നതാ. കാരണം ഈ വർഷം എപ്പോഴും തുടക്കം ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതൊരു ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം, അവളില്ലാത്തൊരു പുതുവർഷം. കാരണം അവളെ LKG ചേർക്കുന്ന ടൈമിലെല്ലാം കൊറോണ ടൈം ആയതുകൊണ്ടും അവൾക്ക് ആ ഒരു നിർബന്ധ ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു. സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ലല്ലോ. പിന്നെ കൊണ്ടാക്കിയപ്പോഴത്തേക്ക് അവൾക്കായിരുന്നു സന്തോഷം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അധിക നാൾ പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം. ഈ വർഷം എല്ലാം പുതിയത് വാങ്ങിച്ചുകൊണ്ട് പോകണം. ഇനിയിപ്പോൾ 3ാം ക്ലാസ്സിലല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷം അയാളെല്ലാം ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം എല്ലാം വേണം എന്നൊക്കെ പറഞ്ഞു. എല്ലാ വർഷവും വാങ്ങിക്കും. പക്ഷെ എന്തോ ഈ വർഷം അവൾ പ്രത്യേകമായിട്ടൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഈ വർഷം അവളില്ലാത്തൊരു സ്കൂൾ, അതെനിക്കൊരു ഭയങ്കര വിഷമം. ടീച്ചർമാരെല്ലാവർക്കും അത് ഭയങ്കര സങ്കടമാണെന്നവരും പറഞ്ഞു. മോനെന്നും നിയമോളെ കൊണ്ടായിരുന്നു സ്കൂളിൽ വരാറുള്ളത്? അതെ, ഞാൻ എന്നും നിയമോളെ കൈ പിടിച്ചാണ് സ്കൂളിൽ വന്നത്. പിന്നെ മണ്ടേ കൊണ്ട്. ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക്. ഇന്ന് നിയ ഫൈസൽ വന്നിരിക്കേണ്ടിയിരുന്ന ആവണീശ്വരം PRNM സ്കൂളിലെ 3ാം ക്ലാസ് മുറിയാണിത്. അവളുടെ അമ്മ വിശ്വസിക്കുന്നത് പോലെ നിയയുടെ ആത്മാവ് അവളുടെ ചങ്ങാതിമാർക്കൊപ്പം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്കും വിശ്വസിക്കാം. നിയ ഫൈസലിന്റെ ജീവൻ തെരുവുനായ്ക്കൾ കവർന്നെടുത്തിട്ടും തെരുവുനായ ശല്യത്തിന് ഈ പ്രദേശത്ത് ഇപ്പോഴും ഒരു കുറവുമില്ല. നിയ നടന്ന വഴികളിൽ ഇപ്പോഴും തെരുവുനായ്ക്കൾ തക്കം പാർത്തിരിപ്പുണ്ട്. നിയ ഫൈസലിന്റെ ഗതി ഇനി ഒരു കുഞ്ഞിനും ഉണ്ടാകാതിരിക്കാൻ രക്ഷിതാക്കളും അധികാരികളുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാമറമാൻ രാജ്കിരണിനും അമൽ സുനിലാലിനുമൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.